ധനഹാകാലത്തിൻ്റെ 5-ാം വെള്ളിയാഴ്ച ഗ്രീക്ക് സഭാപിതാക്കന്മാർ, സുറിയാനി സഭാപിതാക്കന്മാർ, ഒപ്പം ഓരോ ഇടവകയിലെ മധ്യസ്ഥരെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. വ്യത്യസ്ത തരത്തിലുള്ള വിശുദ്ധരെ അനുസ്മരിക്കുന്ന ദിനങ്ങളായിട്ടാണ് സിറോ മലബാർ സഭയിൽ ധനഹാകാലത്തെ വെള്ളിയാഴ്ചകൾ ഉപയോഗിക്കുന്നത്. ഈ വെള്ളിയാഴ്ചയിൽ സഭയുടെ വളർച്ചയെ ഏറെ സ്വാധീനിച്ച ഗ്രീക്ക് സഭാപിതാക്കന്മാർ, സുറിയാനി സഭാപിതാക്കന്മാർ അവർ നൽകിയ സംഭാവനകളെ, സഭയുടെ വളർച്ചയിൽ അവർ നൽകിയ പങ്കിനെ കൂടുതലായിട്ട് അനുസ്മരിക്കുകയും ഒപ്പം ഇന്ന് പ്രാദേശിക സഭയെ വളർത്തുന്ന ഓരോ ഇടവകയുടെ മധ്യസ്ഥരെയും പ്രത്യേകമാവിധം അനുസ്മരിക്കുന്നു. ഇവരിലൂടെ പകർന്നു നൽകിയ, ഇവർക്ക് ലഭിച്ച താലന്തുകൾ എല്ലാം വർദ്ധമാനമായി വളർത്തി ദൈവത്തിനു മുമ്പിൽ വിലയുള്ളവരായി മാറിയവരാണ് ഈ വിശുദ്ധർ. ഇവർ പകർന്നു നൽകിയ ജീവിത മാതൃക നമുക്കും പിന്തുടരുവാനായിട്ട് പ്രേരണയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വചനവയൽ ഇപ്രകാരം കൂടുതൽ ജനങ്ങൾക്ക്, കൂടുതൽ വിശ്വാസികൾക്ക് വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ, കർമ്മവേദിയിൽ വചനത്തിലൂടെ പകരുന്ന ഈശോയെ സ്വീകരിക്കുവാനും കൊടുക്കുവാനും ഉള്ള വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ആയതിലേക്ക് സഹകാരികളാകുവാൻ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോം ഓരോ ഇടവകയ്ക്കോ സംഘടനകൾക്കോ സൺഡേ സ്കൂളിനോ രൂപതയ്ക്കോ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്വിസ് മത്സരം സംഘടിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും വ്യക്തികൾക്കും ആയിരിക്കും ഈ സേവനം ലഭിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ബൈബിൾ ഭാഗത്ത് ചോദ്യ ശേഖരത്തിൽ നിന്നും നിങ്ങൾക്കായി ചോദ്യങ്ങൾ പകർന്നു നൽകുന്നതാണ്. പുതിയ ചോദ്യങ്ങൾ നിങ്ങൾ നൽകുന്നവ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നതാണ്. ഈ സേവനം ഇടവക തലത്തിൽ, രൂപത തലത്തിലും, സംഘടന തലത്തിലും, സൺഡേ സ്കൂൾ തലത്തിലും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അധ്വാനം ലഘൂകരിച്ച് കുട്ടികളെ വേണ്ട രീതിയിൽ ഒരുക്കുവാൻ ഈ സേവനം ഉപയോഗിക്കുക. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ ഇടവകകൾക്കോ സൺഡേ സ്കൂളിനോ രൂപതയ്ക്കോ നിങ്ങൾ നിർദ്ദേശിക്കുന്ന സമയത്ത്, നിർദ്ദേശിക്കുന്ന ഭാഗത്തെ ക്വിസ് മത്സരം സംഘടിപ്പിക്കുവാനായി ഈ ആപ്പ് നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്. മത്സരത്തിന് ശേഷം നിങ്ങളുടെ കുട്ടികളുടെ മാർക്ക് ഷീറ്റ് ഇമെയിലായിട്ട് അയച്ചു തരുന്നതാണ്. ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നതിനുള്ള അമിതമായ ചിലവ് ലഘൂകരിക്കുവാനായിട്ട് ക്വിസ് മാസ്റ്റേഴ്സിനെ കണ്ടെത്തുന്ന രീതി, അവർക്ക് കൊടുക്കേണ്ടി വരുന്ന TA എന്നിവയൊക്കെ കുറയ്ക്കുവാനായിട്ട് സഹായകരമാകുന്നതാണ് ഈ ക്വിസ് പ്ലാറ്റ്ഫോം. ഇതിൻ്റെ സേവനം വചനവയൽ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിബന്ധന: മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഡൗൺലോഡ് ചെയ്ത് പൂർണ്ണമായും അവരുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്ത് ഇതിലെ അംഗങ്ങൾ ആയിരിക്കണം എന്ന് മാത്രം. വിശ്വാസോത്സവം ആഗതമാവുകയാണ്.
ഈ കാലഘട്ടത്തിൽ കുട്ടികളിൽ ബൈബിളിനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ ജനിപ്പിക്കുന്നതിനും ബൈബിൾ ക്വിസുകൾ സൺഡേ സ്കൂൾ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്നതിനും വചനവയൽ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ആപ്പ് ഉപയോഗിച്ച് മത്സരം നടത്തുകയാണെങ്കിൽ വിജയികളുടെ മാർക്ക് ഷീറ്റ് ഇമെയിലായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അയച്ചു നൽകുന്നതാണ്. എല്ലാ സൺഡേ സ്കൂളുകളും ഇത് വേണ്ട രീതിയിൽ കണ്ടാൽ വിശ്വാസ പരിശീലന മേഖലയിൽ വലിയൊരു കുതിപ്പ് നടത്തുവാനായിട്ട് വിശ്വാസ പരിശീലകർക്ക് സാധിക്കുന്നതാണ്. അധ്വാനം ലഘൂകരിച്ച് കുട്ടികളെ പഠനത്തിൽ മികവുള്ളവരാക്കി മാറ്റുവാൻ ഈ സംവിധാനം കുട്ടികളെ സഹായിക്കുന്നു. നിങ്ങൾക്ക് അധ്വാനം കുറഞ്ഞ് കുട്ടികൾക്ക് പഠനം ഈസിയാക്കി ചോദ്യോത്തര രൂപത്തിൽ ഉള്ളവ വേണ്ട രീതിയിൽ പകർന്നു നൽകുവാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖല, ബൈബിളിലെ ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യോത്തരമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ മേഖല ഏതെന്ന് മുൻകൂട്ടി അറിയിച്ചാൽ നിങ്ങൾക്കായി നിജപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് ആ മേഖല നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ്. വ്യക്തമായി കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഇത് ഏറെ സഹായകരമാണ്. അടുത്ത വർഷത്തെ ലോഗോസ് ക്വിസ് കഴിഞ്ഞ വർഷത്തെ സിലബസ് തന്നെ ആയതിനാൽ ആ മേഖല ഇപ്പോൾ തന്നെ തുറന്നു കിടക്കുകയാണ്. ആ മേഖലയിലൂടെ കുട്ടികളെ കടത്തിവിടുവാനായിട്ട് മതാധ്യാപകരും ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരും മനസ്സു കാണിച്ചാൽ അനേകം കുട്ടികൾക്ക് ഒരുക്കത്തോടുകൂടി 2021 ലോഗോസിലേക്ക് കടന്നു വരുവാൻ സഹായിക്കുന്നതാണ്. മൊബൈലിൻ്റെ ഈ സൗകര്യം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. 9539701122. ബൈബിൾ ക്വിസ് സീരിയലിൽ 16-ാമത്തെ ആഴ്ച മുതൽ 20-ാമത്തെ ആഴ്ച വരെ ഇനിയുള്ള ആഴ്ചകളിൽ ഉത്തരം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ട ആവശ്യമില്ല. പുതിയ സംവിധാനം നിലവിൽ ആയിരിക്കുന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഉത്തരം ചെയ്താൽ മാത്രം മതി. 100 ഉത്തരങ്ങളും എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഇവിടെ കമ്പ്യൂട്ടർ സേവ് ചെയ്യുന്നതാണ്. ഈ ഉത്തരങ്ങൾ 24 മണിക്കൂർ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞായറാഴ്ച വെളുപ്പിനെ 12 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്ത് ഇവയ്ക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഉത്തരങ്ങൾ പല ആവർത്തി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് ഉത്തരമാണോ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് നേടിയിരിക്കുന്നത് അത് മാത്രമായിരിക്കും കമ്പ്യൂട്ടർ സേവ് ചെയ്യുന്നത്. ഒരു നിബന്ധന, നിങ്ങൾ 100 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തിരിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഈ മല കാണുന്നത്. അബ്രാഹാം തന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ബലി അർപ്പിക്കുവാൻ ഈ മലയിൽ പോയിരുന്നു. വചനവയൽ ക്വിസ് വേൾഡിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ വായിച്ച് പഠിച്ച് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വചനവയൽ ക്വിസ് വേൾഡ് രാജാക്കന്മാരുടെ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ കെ ജോസഫ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിച്ച രാജാക്കന്മാരെ നിങ്ങൾ കണ്ടെത്തി എന്ന് വിശ്വസിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി നാം പലതരം അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. ബൈബിളിലെ വിവിധ തരം അത്ഭുതങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒന്നാം പുസ്തകത്തിനുള്ള സൂചനകൾ. സാമൂലിന്റെ 1-ാം പുസ്തകത്തിലാണ് നാം ഈ ബലിയർപ്പണം കാണുന്നത്.
സാമുവൽ ബാലനായിരുന്നപ്പോൾ നടന്ന ബലിയർപ്പണം ആണിത്. ഓരോ എപ്പിസോഡിൽ 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 5 സൂചനകൾ വീതം. ഈ സൂചനകൾ മനസ്സിലാക്കി പ്രസ്തുത ബൈബിൾ ഭാഗം വായിച്ച് ഉത്തരങ്ങൾ 7025570122 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമസ്കാരം. വചനവയൽ ക്യൂസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജോഷുവ ജോസ്. മലകൾ എന്ന പരമ്പരയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ബൈബിളിൽ അനേകം മലകൾ കാണുന്നുണ്ട്. ബൈബിൾ ക്വിസ് വേൾഡിൻ്റെ പുതിയ പരമ്പരകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻപോട്ട് കടന്നു വരാം. അവതാരകരായി കടന്നു വന്നുകൊണ്ട് തങ്ങളുടെ കഴിവ് മികവുറ്റതാക്കി തെളിയിക്കുവാൻ ഇത് ഒരവസരം നൽകുന്നതാണ്. വചനത്തിലെ ഒരു വിഷയത്തെ അധിഷ്ഠിതമാക്കി തുടർച്ചയായ എപ്പിസോഡുകൾ ചെയ്ത് ഓരോരുത്തർക്കും ലഭിക്കുന്ന പരമ്പരയിലൂടെ അവനവൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ലഭിക്കുന്ന ഈ അവസരം നന്നായി വിനിയോഗിക്കാൻ സമർത്ഥരായ വ്യക്തികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. ബൈബിൾ ക്വിസ് വേൾഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വചന പഠന മത്സരം ഓരോ മാസവും 20-ാം തീയതി ആരംഭിച്ച് 30-ന് മുമ്പായിട്ട് ഉത്തരങ്ങൾ അയക്കുന്ന രീതിയാണ്. ജനുവരി മാസത്തിലെ ഉത്തരങ്ങൾ എത്തിക്കഴിഞ്ഞു. എല്ലാ 2-ാം വെള്ളിയാഴ്ചകളിൽ അവയുടെ ഉത്തരങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതാണ്. ഈ മത്സരത്തിൽ ഇന്നോളം ചേരാത്തവർക്ക് ജനുവരി മാസത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരം അയക്കുവാൻ അവസരം ഉണ്ടാകുന്നതാണ്. ജനുവരി മാസത്തിലെ എല്ലാ ഉത്തരങ്ങളും അവർ ശരിയാക്കിയാൽ വാർഷിക നറുക്കെടുപ്പിൽ അവരെയും ഉൾച്ചേർക്കുന്നതാണ്. അതുകൊണ്ട് വരും മാസങ്ങളിൽ ഇപ്രകാരം ഓരോ മാസവും ഉത്തരങ്ങൾ നൽകുവാൻ സാധിക്കാത്തവർക്ക് പിന്നിലുള്ള പാഠഭാഗങ്ങൾ പൂരിപ്പിച്ച് അയച്ചുകൊണ്ട് അവസാന മാസത്തെ മത്സരത്തിൽ വാർഷിക മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നതാണ്. ആയതിനാൽ കഴിഞ്ഞ മാസത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നവർക്ക് ഈ അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കാവുന്നതാണ്. ചോദ്യങ്ങൾ ബൈബിൾ ക്വിസ് വേൾഡിൻ്റെ ഓരോ പരമ്പര ഏതാണ് എന്ന് മനസ്സിലാക്കി അതിലെ എപ്പിസോഡുകൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് അവയുടെ ഉത്തരങ്ങൾ കൃത്യതയോടെ ചെയ്ത് വചന പഠന മത്സരത്തിൻ്റെ മത്സര ഉത്തരങ്ങൾ അയക്കേണ്ട നമ്പറിലേക്ക് അയക്കുവാൻ ശ്രദ്ധിക്കുക. അന്നവും വചനവും പരമ്പരയിലെ ചോദ്യോത്തര വേദിയിലേക്ക് സ്വാഗതം. ആദ്യ ആഴ്ചയിൽ ക്വിസ് വേൾഡിലെ
ദിനങ്ങൾ എന്ന പരമ്പരയിൽ രണ്ടാമത്തെ എപ്പിസോഡ് ചോദ്യമായി നൽകുന്നു. ഇതിൻ്റെ ഉത്തരം തിങ്കളാഴ്ചയ്ക്കകം 9539701122 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക. മറക്കരുത്, ഫെബ്രുവരി 8 തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് അയയ്ക്കുക.